Srimati K. Beena, the chief guest of the day, Venugopal sir, Haridas sir, Radhakrishnan sir, Sri Vivek Verma, our principal ma'am, vice principal ma'am, and teachers in charge. Kindly take your seats on the dais. We are privileged to invite Sri K.P. Radhakrishnan sir, Honorary Secretary, Bharatiya Vidya Bhavan, Thrissur Kendra, to deliver the presidential address. Sir, please. Namaste. എത്രയും ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യാതിഥി ശ്രീമതി കെ എ ബീന, ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാൻ ശ്രീ എൻ വേണുഗോപാൽ, ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാൻ ശ്രീ ഹരിദാസ് മേനോൻ, ഭാരതീയ വിദ്യാഭവൻ KMBV കുലപതി മുൻഷി ഭവൻസ് വിദ്യാമന്ദിർ പ്രിൻസിപ്പൽ ഡോക്ടർ വി ബിന്ദു, ആരൊക്കെയാണോ? ഓക്കെ. അലുമിനി അസോസിയേഷൻ സെക്രട്ടറി ശ്രീ വിവേക് വർമ്മ, റിട്ടയർ ചെയ്യുന്ന നമ്മുടെ എത്രയും പ്രിയപ്പെട്ട അധ്യാപകരായിട്ടുള്ള ലീലാകുമാരി ടീച്ചർ, ജയശ്രീ ടീച്ചർ, എഴുതിയിട്ടില്ല, എനിക്കറിയാൻ ചിട്ടിക്കുന്നു, എനിക്കറിയാൻ എഴുതിയിട്ടില്ല സാറില്ല, അതിൽ കുഴപ്പമില്ല, അത് നിങ്ങളെല്ലാം തീരുമാനിക്കണം, ഞാനല്ലേ എഴുതിത്തരാം, പോട്ടെ, തർക്കത്തിന് വേണ്ട. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും എൻ്റെ വിനീതമായുള്ള നമസ്കാരം. ബഹുമാനപ്പെട്ട രക്ഷാകർത്താക്കളെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എത്രയും പ്രിയപ്പെട്ട അധ്യാപകരെ, എല്ലാവർക്കും എൻ്റെ വിനീതമായിട്ടുള്ള നമസ്കാരം. ഈ വേദിയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കുരുന്ന് പ്രതിഭകളുടെ കലാവിഷ്കാരങ്ങൾ കാണാനും ആസ്വദിക്കാനുമായിട്ടാണ് എല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. പുതിയ സീനിയർ സെക്കൻഡറി സ്കൂളിൻ്റെ രീതി ഒക്കെ സ്കൂളുകളിലേക്ക് വന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം നിർത്തി സീനിയർ സെക്കൻഡറി ക്ലാസ്സുകൾ സ്കൂളുകളോട് ചേർന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷകളൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ പലപ്പോഴും ആ പ്രതീക്ഷകൾ മാത്രമായിട്ട് നിലനിൽക്കുകയാണ്. കാരണം ഒന്നിനും സമയമില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകിച്ചും ഈ പലപ്പോഴും വിദ്യ അറിയാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനുള്ള സമയമൊന്നും പലപ്പോഴും വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. സമയമില്ല എന്നുള്ളതാണ് പ്രധാന കാര്യം. 220 ദിവസമൊക്കെയാണ് ആദ്യമേ ഇതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിരുന്നെങ്കിലും ഇപ്പോൾ ഫലത്തിൽ അതൊന്നും കിട്ടുന്നില്ല. 180 ദിവസം കിട്ടിയ ഭാഗ്യം. പല പല കാരണങ്ങളുണ്ട്. പ്രാദേശിക ഉത്സവങ്ങൾ, പ്രാദേശിക അവധികൾ, പ്രകൃതിക്ഷോഭങ്ങൾ, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് ഒരുപാട് അധ്യയന ദിവസങ്ങൾ മുടങ്ങണു. അപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഒരുപോലെ പ്രഷറിലാവുകയാണ്. എങ്ങനെയെങ്കിലും സിലബസ് തീർക്കാമെന്നുള്ള തിരക്കാണ്. അപ്പോൾ അതിനിടയ്ക്ക് ഇതുപോലത്തെയുള്ള കലാകായിക രംഗങ്ങളിൽ വേണ്ട പോലെ പലപ്പോഴും ശ്രദ്ധ കൊടുക്കാൻ പറ്റുന്നില്ല. അധ്യാപകരുടെയോ വിദ്യാർത്ഥികളുടെയോ കുറ്റമല്ലാതെ പലപ്പോഴും നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ പോരായ്മയാണ്. നമ്മൾ നാടോടുമ്പോൾ നടുവേ എന്നുള്ള പോലെ നമുക്കും ഓടാണ്ട് പറ്റില്ല. പലപ്പോഴും മത്സര പരീക്ഷകൾക്ക്, എൻജിനീയറിങ്ങും മെഡിസിനും മാത്രമല്ല എല്ലാ രീതിയിലുമുള്ള മത്സര പരീക്ഷകൾക്ക് വിദ്യാർത്ഥികളെ ഒരുക്കുക എന്നുള്ളതായിട്ട് വിദ്യാഭ്യാസം മാറിക്കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയാനും അറിയാനുള്ള ഉത്സാഹത്തിനും ആ ഔത്സുക്യത്തിനും പ്രതിവിധിയായിട്ടുള്ള വിദ്യാഭ്യാസമല്ല, പലപ്പോഴും പരീക്ഷ ജയിക്കാൻ വേണ്ടിയുള്ള രീതിയിലേക്ക് വിദ്യാഭ്യാസം മാറുകയാണ്. അത് വലിയൊരു പോരായ്മയാണ്. അപ്പോൾ അതിനുള്ള അത്തരം തിക്കുമുട്ടുകൾക്കും തിരക്കുകൾക്കും ഇടയ്ക്ക് കുട്ടികൾക്ക് കിട്ടുന്ന ഒരു ആശ്വാസമാണ് ഇത്തരം ആനുവൽ ഡേ സെലിബ്രേഷൻസ്. ആനുവൽ ഡേ സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ അവരുടെ സർഗപ്രതിഭകളും പ്രതിഭകൾക്ക് അവരുടെ കഴിവുകൾ, സുകുമാരകലകളിൽ അവരുടെ പ്രാവീണ്യം ഒക്കെ കാണിക്കാനും അതിൽ കൂടെ അവർക്കൊരു മനസമാധാനം കിട്ടാനൊക്കെ ഒരുപാട് സാധിക്കും. അത്തരമുള്ളൊരു വേദിയാണ് ഇന്നിവിടെ എനിക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഞാൻ ഏറെ ദീർഘിപ്പിക്കുന്നൊന്നുമില്ല. കാരണം ഇത് കാണാൻ വേണ്ടി, ഈ കുട്ടികളുടെ കലാവിരുന്ന് കാണാനും ആസ്വദിക്കാനാണ് നിങ്ങളെല്ലാവരും എത്തിച്ചേർന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ സമയത്തിൻ്റെ പരിമിതി ഉണ്ടെങ്കിലും നമ്മുടെ സ്കൂളുകളിലൊക്കെ ആവുന്നത്ര രീതിയിൽ കുട്ടികളുടെ സമഗ്രമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോരുന്നുണ്ട്. നിങ്ങൾക്കും അത് കുറേയൊക്കെ അറിയാമെന്ന് തോന്നുന്നു. 2 ദിവസത്തെ പരിപാടിയാണ്. 2 ദിവസത്തെ പരിപാടിയിൽ 2 ദിവസത്തെ ക്ലാസ്സുകൾ. 2 ദിവസത്തെ ക്ലാസ്സുകൾ 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 2 ദിവസത്തെ ക്ലാസ്സുകൾ
നമുക്ക് കോമ്പറ്റീറ്റീവ് വേൾഡാണ്. അപ്പോൾ അതിൽ നമ്മുടെ കുട്ടികൾ പിറകോട്ട് പോകാൻ പാടില്ല ഉള്ളതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിലും അതിൻ്റെ ഒപ്പം തന്നെ കരിക്കുലറായ എല്ലാ ആക്ടിവിറ്റീസിനും നമ്മൾ സമയം കണ്ടെത്തേണ്ടത്. ഇന്നിപ്പോൾ ടീച്ചറുടെ റിപ്പോർട്ടിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. കലയായാലും സാംസ്കാരികമായാലും അതുപോലെ തന്നെ സ്പോർട്സും ഗെയിംസിലും അതിലൊക്കെ നമ്മൾ പ്രാവീണ്യം തെളിയിക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. സമയത്തിൻ്റെ പരിമിതി നല്ലോണം ഉണ്ട്. അതൊരു വസ്തുതയാണ്. നമ്മുടെ സ്കൂളിൽ മാത്രമല്ല, എല്ലായിടത്തും ഉണ്ട്. പിന്നെ പരീക്ഷയുടെ രീതിയും പരീക്ഷ എന്നുള്ള മത്സര പരീക്ഷകൾ മാത്രമായി പലപ്പോഴും കുട്ടികളുടെ അഭിരുചി നോക്കിയിട്ടൊന്നുമല്ല. ഇപ്പോൾ ഈവൺ എഞ്ചിനീയറിങ്ങിൻ്റെയും മെഡിസിൻ്റെ വരെ ആ കുട്ടികളുടെ അഭിരുചി എന്നതിനേക്കാൾ അവരുടെ സ്പീഡും ആക്യുറസിയാണ് പലപ്പോഴും ടെസ്റ്റ് ചെയ്യണത്. ഇതൊക്കെ മാറ്റം വരുമെന്നൊക്കെ നമ്മൾ പ്രതീക്ഷിക്കാം. അങ്ങനെയുള്ള പ്രതീക്ഷയായിരുന്നു ഹയർ സെക്കൻഡറിയിലേക്ക് വന്നപ്പോൾ. ഹയർ സെക്കൻഡറിയൊക്കെ സ്കൂളുകളോട് ചേർത്തപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് മുഴുവൻ എന്തുകൊണ്ട് നിർഭാഗ്യവശാൽ നിറവേറ്റാൻ കഴിഞ്ഞിട്ടില്ല. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും അതിനെപ്പറ്റിയുള്ള വിവാദങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഇന്നത്തെ പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു ഭാരതീയ ജ്ഞാന സംഹിത, അതിനെപ്പറ്റി ക്ലാസ് അത് നിർബന്ധമാക്കാൻ പോകണമെന്ന് പറഞ്ഞ്. ഇതെല്ലാം നമ്മുടെ മക്കൾ മനസ്സിലാക്കേണ്ട, നമ്മുടെ പൈതൃകവും സംസ്കാരമൊക്കെ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അതിന് ഗ്ലോറിഫൈ ചെയ്ത് എന്ത് കാര്യം പറഞ്ഞാലും അതൊക്കെ പണ്ട് പുരാണത്തിലുണ്ടായിരുന്നു എന്ന് പറയുന്നതും വങ്കത്തരമാണ്. അതിനൊക്കെ കണ്ണും അടച്ച് പൂട്ടി എതിർക്കുന്നതും വങ്കത്തരമാണ്. ഇതിനിടയ്ക്ക് ഒരു ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മുടെ പൈതൃകമൊക്കെ പകർന്നു കൊടുക്കണം. അതിനൊക്കെയുള്ള ശ്രമങ്ങൾ ഭാരതീയ വിദ്യാഭവൻ്റെ ഉദ്ദേശ ലക്ഷ്യം തന്നെ അതാണ്. നമ്മുടെ സംസ്കാരവും പൈതൃകവും അത് സംരക്ഷിക്കുകയും അതിനെ വളർത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ പ്രത്യേകിച്ച് രക്ഷാകർത്താക്കളുടെ സഹകരണം നല്ലോണം വേണം. നിങ്ങളുടെ അധ്യാപകരൊക്കെ ഞങ്ങളുടെ അധ്യാപകർ, നിങ്ങളുടെയും കൂടി അധ്യാപകർ, നിങ്ങളുടെ സഹകരണം കൊണ്ട് മാത്രമാണ് ഞങ്ങളൊക്കെ ഒരുവിധം കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് പോകുന്നത്. തുടർന്നും സഹകരണം ഉണ്ടാവണം ഞാൻ ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ പല ട്രെയിനിങ് കോഴ്സുകളും പാരൻറ്റിങ്ങിനാണ് ഇപ്പോൾ ഒരുപക്ഷെ കുട്ടികൾക്കുള്ളേക്കാൾ ഒട്ടും കുറവല്ലാത്ത രീതിയിൽ പാരൻറ്റിങ്ങിന് പ്രാധാന്യം കൊടുത്ത് ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. പലപ്പോഴും അതിന് വേണ്ടത്ര പ്രോത്സാഹനം രക്ഷാകർത്താക്കളുടെ ഭാഗത്തു നിന്ന് വരുന്നില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ ഗൗരവം മനസ്സിലാവാത്തതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. 1-2 ക്ലാസ് കഴിഞ്ഞാൽ ഒന്നും 2നും ക്ലാസ്സിനൊക്കെ വരുന്ന ആൾക്കാരുമുണ്ട്, ഒന്നിനും തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട്. സമയത്തിൻ്റെ പരിമിതിയും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിലും കുട്ടികളുടെ കാര്യമാണ്. ഇത് വളരെ കുട്ടികളുടെ കാര്യം കൊണ്ട് മാത്രമല്ല, അവനവൻ്റെ കുടുംബജീവിതത്തിലും ഒരുപാട് സഹായകരമായിട്ടുള്ള പാരൻറ്റിങ് ക്ലാസ്സുകളൊക്കെ നടന്നു പോയത്. ഇനിയുണ്ട്, ഇക്കൊല്ലം ഇനിയുണ്ടാവും. ഇക്കൊല്ലം എന്ന് ഞാൻ പറയുന്നില്ല, ഇനിയിപ്പോൾ ചിലപ്പോൾ 1-2 ക്ലാസ്സുകൾ ഉണ്ടായേക്കുന്നു. ഇത്തവണ ഉണ്ടാവും, അടുത്ത കൊല്ലവും തുടർന്നു പോകും. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ സഹകരിക്കുക. നിങ്ങളുടെ സഹകരണം, അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, ടീച്ചേഴ്സിനോടുള്ള ഫീഡ്ബാക്കും ഞാൻ എപ്പോഴും നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാറുള്ളതാണ്. പോരായ്മയാണ് നിങ്ങൾ അധ്യാപകരോട് പറഞ്ഞോളൂ, പക്ഷേ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾ കാണാണ്ടിരിക്കരുത്. ആ കാര്യത്തിന് അവർക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റോക്ക് കൊടുക്കാൻ ഒരിക്കലും മടിക്കരുത്. കാരണം നിങ്ങളുടെ പ്രോത്സാഹനം അവർക്ക് എപ്പോഴും കൂടുതൽ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറും. അങ്ങനെയുള്ള അതുപോലത്തെ ഒരു അവസരമായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇത് എത്രയും ഭംഗിയായിട്ട് നടക്കാനായിട്ട് ആശംസിക്കുന്നു. നന്ദി. Thank you, sir, for those warm words of wisdom. We are honored to have with us today our distinguished guest, Chief Guest Srimati K.A. Beena, an eminent writer, journalist and columnist. I request Sri Lakshmi teacher to introduce the Chief Guest. Teacher, please. Thank you, teacher. Srimati K. Beena is an acclaimed writer, journalist, and columnist whose works depict a deep engagement with social realities and a lifelong passion for writing. She began her literary journey at the age of 13 with her debut book, Beena Kanda Russia, a travelogue born from her impressions of an international youth tour. This early work, marked by fresh, unfiltered observation, set the tone for a career spanning over 4 decades. Author of more than 40 books, including novels, short story collections, essays, travelogues, media studies, and children's literature, she has established herself as a versatile voice in Malayalam literature. A steady presence in both print and digital media, her columns in leading Malayalam publications explore themes of gender,
marginalization, social justice, and culture critic. Her hallmark lies in blending sharp observation with empathetic sensitivity, challenging patriarchal structures and amplifying the struggles of the oppressed. Srimati Beena's professional career also includes significant contributions to public service. She joined the Indian Information Service in 1991 and served as news editor with All India Radio and Doordarshan, while also working with the Press Information Bureau and the Directorate of Advertising and Visual Publicity. Her travelogues such as Brahmaputrayile Veedu, Chuvadugal and Nadi Tinnunna Dweepu manifest her keen interest in India's diverse landscapes and rural lives. Her memoir, Bashir Enna Anugraham, is a heartfelt tribute to Y.K. Muhammad Bashir, chronicling their unusual friendship. Her latest book, Aa Kasera Arudedana, presents a media social audit of women's and scheduled caste reservations in the Panchayati Raj system. Beena ma'am is the recipient of numerous honors. Her literary excellence was honored with a Bashir Award for Literature in 2024 and the Kerala Bala Sahitya Academy Award for Children's Literature in 2023. For her socially committed journalism, she received the Sheila Teacher Award in 2019. Her contributions to print media were acknowledged with the V.K. Madhavankutti Award in 2016, and her impactful work across digital and print platforms won her the prestigious Ladley Media Awards in 2014 and 2016, instituted by the United Nations Population Fund and Population First. She has also been recognized for her literary contributions with the Rajalakshmi Award in 2015. Earlier in her career, her creative excellence was celebrated with the Akashvani Annual Award for Best Script in 2010, conferred by Prasar Bharati. She continues to engage audiences through her YouTube channel, Beena Kandalogam, dedicated to social criticism and gender discourse. We are pleased by your gracious presence, ma'am. It's our privilege to invite you to deliver the inaugural address. Ma'am, please. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ഭാരതീയ വിദ്യാഭവൻ ഓണററി സെക്രട്ടറി ശ്രീ കെ പി രാധാകൃഷ്ണൻ, പ്രിൻസിപ്പൽ ശ്രീമതി ഡോക്ടർ വി ബിന്ദു, ഭാരതീയ വിദ്യാഭവൻ വൈസ് ചെയർമാൻ ശ്രീ എൻ വേണുഗോപാൽ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയമുള്ളവരെ, ഒരു 50 വർഷം മുമ്പുള്ള എന്നെയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. ഇതുപോലെ ഓരോ വർഷവുമുള്ള സ്കൂൾ വാർഷികങ്ങളിൽ പരിപാടികൾ അവതരിപ്പിക്കാനും സമ്മാനം വാങ്ങാനുമൊക്കെ അവസരം കിട്ടിയിരുന്ന ഒരു കുട്ടിയെ, കുട്ടികളെക്കുറിച്ച് അന്നത്തെ കാലവും ഏതാണ്ട് 50 വർഷം മുമ്പുള്ള ആ കുട്ടിക്കാലവും ഇന്നും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അന്നത്തെ കുട്ടികൾക്ക് നമ്മൾക്കറിയാം, ഇവിടെ എൻ്റെ പ്രായത്തിലും അതിന് ശേഷവും വന്നവർക്കൊക്കെ നമ്മൾക്ക് ഇത്രയേറെ പ്രാധാന്യം അന്നുണ്ടായിരുന്നോ എന്നാൽ സംശയമാണ്. അന്നത്തെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ പറയുന്ന കാര്യങ്ങൾ വീട്ടിൽ നടക്കും എന്നുള്ളതൊക്കെ വളരെ അപൂർവമായിരുന്നു. പക്ഷേ എങ്കിൽ പോലും വളരെ പ്രത്യേകതയുള്ള, ഒരു പക്ഷേ കേരളത്തിലെ മറ്റൊരു കുട്ടിക്കും അവകാശപ്പെടാൻ കഴിയാത്ത ഒരു കുട്ടിക്കാലം സ്വന്തമായിരുന്ന ഒരാളെന്ന നിലയ്ക്ക് കുട്ടിക്കാലം ഒരു മനുഷ്യൻ്റെ ജീവിതത്തെ എത്രമാത്രമാണ് സ്വാധീനിക്കുന്നത്, അല്ലെങ്കിൽ സ്കൂള്, അധ്യാപകർ, അതിനു ചുറ്റുമുള്ള സമൂഹത്തിലുള്ള മനുഷ്യരൊക്കെ എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നത് എന്ന കാര്യം പറയാമെന്നാണ് ഞാൻ ഇന്ന് വിചാരിക്കുന്നത്. എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചതിന് ഒരുപാട് സന്തോഷമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏത് സ്കൂളിൽ പോയാലും സന്തോഷമാണ്. പക്ഷേ ഇവിടെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമെന്ന് ഞാൻ കരുതുന്ന നിങ്ങളുടെ പ്രിൻസിപ്പൽ ബിന്ദു ഉണ്ട്. ഒരു ട്രെയിൻ യാത്രയിലാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത്. അന്ന് ആ പരിചയപ്പെടൽ കഴിഞ്ഞ് ഇപ്പോൾ ഒരുപാട് വർഷമായി.
40-40 വർഷമാകുന്നു. പക്ഷേ ഇപ്പോഴും എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, എനിക്ക് ഏറ്റവും വിലപ്പെട്ട സൗഹൃദമായി ബിന്ദു ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ സ്കൂളിലേക്ക് വരുമ്പം എനിക്ക് എൻ്റെ സ്കൂളിലേക്കോ എൻ്റെ വീട്ടിലേക്കൊക്കെ തിരിച്ചു പോകുന്ന ഒരനുഭവമാണ്. അതിന് ഞാൻ നന്ദി പറയുന്നു. ബിന്ദുവിൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ബിന്ദുവിൻ്റെ സ്കൂളിലെ അച്ചീവ്മെൻറ്റ്സൊക്കെ എൻ്റെയും കൂടി അച്ചീവ്മെൻറ്റ്സായി കരുതുന്നത് കൊണ്ട് നിങ്ങളുടെ ഈ ഒരു വർഷത്തെ നേട്ടങ്ങളെ വളരെ ഹൃദ്യമായ ഒരനുഭവമായി ഞാൻ കാണുന്നു. ഇത്തരം അനുഭവങ്ങളിൽ കൂടിയാണ്, അല്ലെങ്കിൽ ഇത്തരം നേട്ടങ്ങൾ നേടാനുള്ള അവസരങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ആ അനുഭവത്തിലൂടെ ഇവർ സൃഷ്ടിക്കുന്ന നാളത്തെ ലോകമെന്ന് പറയുന്നത് അത്ഭുതങ്ങളുടേതായിരിക്കും. നമ്മുടെ കുട്ടികൾ അല്ലെങ്കിലും തന്നെ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുള്ളവരും ഒരുപാട്, എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് നിന്ന് പുതിയ കുട്ടികളിലേക്ക് വരുമ്പം കാലത്തിൻ്റേതായ സംഘർഷങ്ങളിൽ പെട്ട് അവർക്കൊരുപാട് പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും എത്രയെത്രയോ മെച്ചപ്പെട്ട മാനസികാവസ്ഥയും കഴിവും അതുപോലെ തന്നെ തുറന്ന സമീപനത്തോടും കൂടിയാണ് അവർ ജീവിതത്തെ നേരിടുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 10 വയസ്സുള്ളപ്പോഴാണ് ശരിക്കും പൊതുരംഗത്ത് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം എനിക്ക് കിട്ടുന്നത്. എന്നുവെച്ചാൽ എനിക്കൊരു 10 വയസ്സുള്ളപ്പം എൻ്റെ അമ്മാവൻ എന്നെ വീട്ടിൽ നിന്ന് വിളിച്ച് എന്നെ എൻ്റെ അനിയത്തിയും കൂടെ അവിടെ അടുത്തുള്ള ഒരു ക്ലബ്ബ്, ഒരു കുട്ടികളുടെ ഒരു സംഘടന, ബാലവേദി എന്ന് പറയുന്ന ഒരു സംഘടനയിലേക്ക് കൊണ്ടുപോവുകയും അവിടുത്തെ അന്നത്തെ കുറേ കുട്ടികൾ കൂടിയിരിപ്പുണ്ടായിരുന്നു. അവിടുത്തെ ഒരു ബാലവേദിയുടെ പ്രസിഡൻ്റായി എന്നെ തിരഞ്ഞെടുക്കുകയും ആ ബാലവേദിയുടെ പ്രസിഡൻറ്റിൽ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെയും പിന്നീട് 1-2 വർഷത്തിനുള്ളിൽ കേരളത്തിലും തന്നെ ബാലവേദി എന്ന് പറയുന്ന ഒരു പൊതുസംഘടനയാണത്. പല സ്കൂളുകളിലെ കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ വന്നു ചേരുന്ന ഒരു സംഘടന. ആ സംഘടനയുടെ പ്രസിഡൻ്റ് ആകുകയും അങ്ങനെ കുട്ടിക്കാലത്ത് തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അതിൻ്റെ മീറ്റിങ്ങുകൾക്കൊക്കെ യാത്ര ചെയ്യാനും ഒക്കെ ഉള്ളൊരു ഭാഗ്യമുണ്ടായി. അതാണ് ഞാൻ പറഞ്ഞ അപൂർവമായ ഒരു കുട്ടിക്കാലം സ്വന്തമായ ഒരു കുട്ടിയാണ് ഞാൻ. അന്ന് ഞങ്ങളുടെ ബാലവേദിക്ക് വേണ്ടി ഞങ്ങൾ ഇതുപോലുള്ള വാർഷിക പരിപാടിയൊക്കെ സംഘടിപ്പിക്കുമ്പോൾ ഞങ്ങളുടെ കുറച്ച് മുതിർന്നവരൊക്കെ കാണും. പക്ഷേ നാട്ടിലെ ബാക്കി വീടുകളിലൊക്കെ ചെന്ന് പരിപാടിക്ക് വേണ്ടി പണം പിരിക്കുക, പരിപാടിക്ക് വേണ്ടി സ്റ്റേജ് ഉണ്ടാക്കുക, ഗസ്റ്റിനെ വിളിക്കാൻ പോവുക, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ചെയ്യാൻ അവസരം കിട്ടിയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ ഞാൻ ആലോചിക്കായിരുന്നു, ഞങ്ങളിതുപോലെ 3-4 ദിവസം നീണ്ടു നിൽക്കുന്ന കലാപരിപാടികളും മത്സരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചിട്ട് ഇതുപോലെ കുട്ടികളാണ് സംഘടിപ്പിക്കുന്നത്. പക്ഷെ മുതിർന്നവർ അതിൻ്റെ പിന്നിൽ കാണുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ സമ്മാനം കൊടുക്കുന്നു, മന്ത്രിമാരെ പോയി വിളിക്കുന്നു, തിരുവിതാംകൂർ കൊട്ടാരത്തിൽ പോയിട്ട് ഗൗരി ലക്ഷ്മി ഭായ് അവരെയുള്ള വിളിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ ടീച്ചർമാർ ഇന്ന് ചെയ്യുന്ന ജോലികളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയൊരു കുട്ടിക്കാലമാണ്. ആ കുട്ടിക്കാലത്തിൻ്റെ ഒരു അംഗീകാരമായിട്ടായിരിക്കും 1977, അന്നിവിടെ എത്ര പേര് ജനിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല, ആ 77 സോവിയറ്റ് യൂണിയനിലെ ഉക്രൈൻ റിപ്പബ്ലിക്കിലെ ക്രിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് ലോകത്തിലെ കുട്ടികൾക്ക് വേണ്ടി ലോകത്തിലെ 150 രാജ്യങ്ങളിൽ നിന്നുള്ള ഏതാണ്ട് 5000-ഓളം കുട്ടികളെ സംഘടിപ്പിച്ചിട്ടുള്ള വലിയ ഒരു അന്താരാഷ്ട്ര ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി. അതിൽ ഇന്ത്യയെ റെപ്രസെൻ്റ് ചെയ്ത് പോകാനായിട്ട് തിരഞ്ഞെടുക്കപ്പെടുകയും ഏതാണ്ട് 1.5 മാസം മോസ്കോയിലും ഉക്രൈനിലുമായിട്ട് പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളോടൊത്ത് ചെലവഴിക്കാൻ കഴിഞ്ഞു. അന്ന് ഞങ്ങൾ അവിടെ കൊണ്ടുപോവുകയും ഞങ്ങളോട് പറയുകയും ഞങ്ങളെ പരിശീലിപ്പിക്കുകയും ഒക്കെ ചെയ്തത് ലോക സമാധാനം ഉണ്ടാക്കാനായിട്ട് ഓരോ സ്ഥലത്തും കുട്ടികളെ വളർത്തിയെടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അന്ന് ശീതയുദ്ധം, അത് രാധാകൃഷ്ണൻ സാറിനെയൊക്കെ പോലെയുള്ളവർക്ക് ഓർമ്മ കാണും, ശീതയുദ്ധത്തിൻ്റെ നിഴലിൽ ലോകം കടന്നു പോകുന്ന നാളുകളായിരുന്നു. അപ്പോൾ യുദ്ധമാണ് എല്ലാവരും ഭയന്നിരുന്ന ഒരു കാര്യം. ഒരു 3-ാം ലോക മഹായുദ്ധം ഉണ്ടാകുമോ എന്നുള്ള ഭയന്നിരുന്ന കാലത്ത് കുട്ടികളിൽ കൂടി ലോകത്തിൻ്റെ പല ഭാഗത്ത് ലോക സമാധാനത്തിൻ്റെയും യുദ്ധത്തിനെതിരെയുമുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ 1.5 മാസത്തെ ക്യാമ്പ് സംഘടിപ്പിച്ചത്. അന്ന് ഞങ്ങൾ സന്ധ്യയ്ക്ക് മെഴുകുതിരികൾ പിടിച്ചിട്ട് ആ ഉക്രൈൻ നഗരത്തിലെ ക്രിമിയ, കീവ് എന്നുള്ള പട്ടണങ്ങളിൽ കൂടെ അതിൻ്റെ തെരുവീഥികളിലൂടെ വി വോണ്ട് വേൾഡ് പീസ്, മിർ എന്നാണ്
വോയിന എന്ന മിർ എന്ന സമാധാനത്തിനും വോയിന എന്ന് റഷ്യനിൽ യുദ്ധത്തിനും റഷ്യനിൽ വിളിക്കാം. അപ്പം ഞങ്ങൾ വി വോണ്ട് വേൾഡ് പീസ്, വി വോണ്ട് മിർ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എല്ലാ സന്ധ്യകളിൽ ഉറക്ക മുദ്രാവാക്യം വിളിച്ച് നടന്ന പട്ടണങ്ങളാണ് ഇന്ന് യുക്രൈൻ യുദ്ധത്തിൽ തകർന്നടിഞ്ഞ് കിടക്കുന്ന കീവും ക്രിമിയയും ഒക്കെ. ക്രിമിയയിലെ അയൂഡാക് പർവ്വത നിരകളുടെ താഴെ കരിങ്കടലിൻ്റെ തീരത്തായിരുന്നു ഞങ്ങളുടെ ക്യാമ്പ്. അവിടെ നിന്ന് ഞങ്ങളുടെ മനസ്സിൽ ഒരുപാട് സന്ദേശങ്ങളും ഒരുപാട് മൂല്യങ്ങളും പിന്നെ ഞങ്ങളുടെ എല്ലാം ഉള്ളിൽ പേറിയാണ് ഞങ്ങൾ ഓരോരുത്തരും തിരിച്ചു വന്നത്. അവിടെ വെച്ചാണ് തിരുവനന്തപുരം എന്നുള്ള ഒരു നഗരത്തിൽ ഒരു പ്രാന്തഭാഗത്ത് ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർന്ന എനിക്ക് ആഫ്രിക്കൻ കുട്ടികളുടെ തലമുടി ചുരുണ്ടതാണെന്നും അവരുടെ ചുണ്ടുകൾക്കും അവരുടെ തൊലിക്കുമൊന്നും നമ്മളുടേതുപോലെ ഉള്ള നിറമല്ലെന്നും മംഗോളിയൻ കുട്ടികൾക്ക് മഞ്ഞ കണ്ണുകളുണ്ടെന്നും ചെറിയ കണ്ണുകളുണ്ടെന്നും മഞ്ഞ തൊലിയാണെന്നും ഫ്രാൻസിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് സ്വർണ്ണ തലമുടി ഉണ്ടെന്നുമൊക്കെ ഞാൻ നേരിട്ട് അറിഞ്ഞത്. പക്ഷേ ആ അറിവിനപ്പുറത്ത് അവിടെ നിന്ന് എൻ്റെ ഉള്ളിൽ ഈ ഏതാണ്ട് 50 വർഷം മുമ്പ് എൻ്റെ ഉള്ളിൽ കടന്നു കൂടിയ അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായ വലിയൊരു സത്യമുണ്ട്. തൊലിക്ക് ഏത് നിറമാണെങ്കിലും ശരീരത്തിന് ഏത് രൂപമാണെങ്കിലും മനുഷ്യനും കുട്ടികളും എല്ലാവരുടെയും ഉള്ളിൽ ഒന്നായിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്നേഹിക്കാനും കൂട്ടുകൂടാനും അതുപോലെ തന്നെ മറ്റുള്ളവരോട് കനിവും കരുണയും കാണിക്കണമെന്നും യുദ്ധത്തിനും അത്തരമുള്ള അക്രമങ്ങൾക്കെതിരെ പടപൊരുതണമെന്നും സ്നേഹത്തിനും സമാധാനത്തിനും സ്വസ്ഥതയ്ക്കും വേണ്ടി മനുഷ്യരെ സഹായിക്കണമെന്നുമൊക്കെയുള്ള വലിയ ഒരു പാഠവുമായിട്ടാണ് ഞാൻ തിരികെ എത്തിയത്. ആ പാഠമാണ് എനിക്ക് തോന്നുന്നു ഇന്ന് ലോകത്തിന് വീണ്ടും ആവശ്യമായി വന്നിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്തിൻ്റെ പല ഭാഗത്ത് പല യുദ്ധങ്ങളിൽ ഇന്ന് കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ. ഒരു കാലത്ത് യുദ്ധത്തിൽ നിന്ന് കുട്ടികളെ മാറ്റി നിർത്തിയിരുന്നുവെങ്കിൽ ഇന്ന് സ്കൂളുകളിലും പല സ്ഥലങ്ങളിലും കുട്ടികളെ യുദ്ധത്തിൻ്റെ കെടുതികളിൽ നേരിടുകയാണ്. കുട്ടികൾ അക്രമങ്ങൾ നേരിടേണ്ടി വരികയാണ്. മനുഷ്യ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ മൂല്യ വ്യവസ്ഥയെ തിരിച്ചു കൊണ്ടുവരുവാനാണ് ഇത്തരം സ്കൂളുകളും ഇത്തരം ശ്രമങ്ങളുമൊക്കെ നിലനിൽക്കേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുട്ടികൾക്ക് എന്ത് കഴിയും? എല്ലാ കാലത്തും ഞാൻ ചിന്തിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നേടിയ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ട് പോകുമോ? അതെപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ ജനറേഷൻ കഴിഞ്ഞു വന്ന തലമുറയ്ക്കുമൊക്കെ എത്ര എക്സ്ട്രാ കരിക്കുലർലി ബ്രില്യൻ്റായ കുട്ടിയാണെങ്കിലും പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ചേരുക, അവിടെ പോയിട്ട് ഇത്തരം കാര്യങ്ങളെല്ലാം നിർത്തിവെച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും ജീവിതത്തിൽ തിരിച്ചെടുക്കാൻ ചെല്ലുമ്പോൾ അതെല്ലാം എവിടെ പോയി എന്നുള്ള അത്ഭുതത്തോട് അല്ലെങ്കിൽ ഒരു സങ്കടത്തോടു കൂടി നോക്കുന്ന ഒരുപാട് പേരെ ഞങ്ങളുടെയും ഞങ്ങളുടെ പിന്നുമുള്ള ജനറേഷനും കണ്ടിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുട്ടിക്ക് കുട്ടി വിചാരിച്ചാൽ എന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ആത്മവിശ്വാസം 13 വയസ്സിൽ തന്നെ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുണ്ട് എന്നെനിക്ക് തുറന്ന് പറയാൻ കഴിയും. എന്നുവെച്ചാൽ ഞാൻ 13 വയസ്സിൽ റഷ്യയിൽ നിന്ന് തിരിച്ചെത്തി ഞാൻ ആദ്യം ചെയ്തത് ഒരു പുസ്തകം എഴുതുകയായിരുന്നു. എൻ്റെ അനുഭവങ്ങളെക്കുറിച്ചുള്ള ഒരു പുസ്തകം. ആ പുസ്തകം അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃഭൂമി, എനിക്ക് പരിചയമോ ഒന്നുമുള്ള ഒരു ഫാമിലി ലെഗസി ഒന്നും ഉള്ള ഒരാളല്ല, സാധാരണ കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. എന്നിട്ട് പോലും ഞാൻ ആ യാത്രാവിവരണം തന്നെ എഴുതുകയും അത് അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ പത്രാധിപർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുമ്പോൾ എനിക്ക് ഒരു മാസത്തിന് ശേഷം കിട്ടിയ മറുപടി ശ്രീ MT വാസുദേവൻ നായർ പത്രാധിപർ എന്ന് പറഞ്ഞ ഒരു മറുപടി ആളുടെ കയ്യിൽ നിന്നുള്ള മറുപടി കത്തായിരുന്നു. അമ്പരപ്പോടുകൂടി ഞാൻ നോക്കുമ്പോഴാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ഈ യാത്രാ വിവരണം പ്രസിദ്ധീകരിക്കാമെന്ന്. അപ്പം ഞാനന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ആ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് പോലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതാൻ കഴിയും എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു വലിയ സൗഭാഗ്യത്തിനൊപ്പം എൻ്റെ ഒരു ഹാർഡ് വർക്കിൻ്റെയും കൂടെ ഒരു ഇതായിട്ട് പറയേണ്ടി വരും. എന്നുവെച്ചാൽ അന്ന് ഇതുപോലെ ഇൻ്റർനെറ്റ് യുഗമല്ല, പുസ്തകങ്ങളെന്ന് പറയുന്ന ഒരിടത്തും അവൈലബിൾ അല്ല. ഞങ്ങളുടെ നാട്ടിൻപുറത്തെ വായനശാലകളിലും തിരുവനന്തപുരം പബ്ലിക് ലൈബ്രറിയിലും ഒക്കെ പോയിട്ട് റഷ്യയെക്കുറിച്ചും അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാട് ബേസിക് മെറ്റീരിയൽസ് സംഘടിപ്പിക്കുകയും എൻ്റെ വീട്ടിലാരും എനിക്ക് എങ്ങനെയാണ് എഴുതാൻ എന്ന് പറഞ്ഞു തരാനില്ലാത്തപ്പോൾ ഞങ്ങളുടെ നാട്ടിൻപുറത്തുള്ള ഒരു സ്കൂൾ മാഷ് ഉണ്ടായിരുന്നു, സുകുമാരൻ കല്ലുവിള സാറ്. അദ്ദേഹത്തോട് പോയി എങ്ങനെയാണ് യാത്രാവിവരണം എഴുതേണ്ടതെന്ന് ചോദിച്ച് മനസ്സിലാക്കി അത് എഴുതുകയും അത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കുകയും ഞാൻ ഒരു വർഷത്തിനകം തന്നെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തക പ്രസാധനശാലയായ DC ബുക്സ് ബീനകണ്ഠ റഷ്യ എന്ന പേരിൽ അത് പബ്ലിഷ് ചെയ്യുകയും ചെയ്തു.
ഇപ്പോൾ ഈ വർഷം ഇപ്പോൾ എൻ്റെ ആ പുസ്തകം പുറത്തിറങ്ങിയിട്ട് 45 വർഷമാകുന്നു. 2026 അതിൻ്റെ 45-ാം വാർഷികമാണ്. ഈ 45 വർഷത്തിനിടയിൽ എത്ര തവണയാണ് ആ പുസ്തകം പുനഃപ്രസിദ്ധീകരിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്ന് എഴുതിയ ആ പുസ്തകം ഇന്നും കുട്ടികൾ, ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾ പോലും വളരെ താല്പര്യത്തോടു കൂടി വായിക്കുകയും ഇപ്പോഴും ആ പുസ്തകം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഒരു കുട്ടി വിചാരിച്ചാൽ കാര്യങ്ങൾ പലതും ചെയ്യാൻ പറ്റും എന്ന് എനിക്കിവിടുത്തെ കുട്ടികളോട് പറയാനുള്ള ഒരു അനുഭവമായി ഞാൻ എടുക്കുകയാണ്. കുട്ടികൾക്ക് ശരിക്കും എഴുതാനും പിന്നെ വായിക്കാനും മാത്രമല്ല എന്ത് പ്രവൃത്തി ചെയ്യണമെങ്കിലുമുള്ള ആത്മവിശ്വാസം നൽകാൻ കഴിയുന്നത് നമ്മൾക്കാണ്, നമ്മുടെ പാരൻസിനാണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതിരുകളൊന്നും നിശ്ചയിച്ചിരുന്ന ഒരു വീടല്ലായിരുന്നു. അതിനുള്ള എന്തെങ്കിലും ലിംഗപരമായിട്ട് നീ ഒരു പെണ്ണാണെന്നോ അല്ലെങ്കിൽ നീ ഒരു കുട്ടിയാണെന്നോ പറഞ്ഞ് എന്നെ ലിമിറ്റ് ചെയ്യുന്ന സാഹചര്യം എൻ്റെ വീട്ടിലില്ലായിരുന്നു. ഭാഗ്യത്തിന് എൻ്റെ നാട്ടുകാരും എൻ്റെ ആ ഒരു ഗ്രാമത്തിലാണെങ്കിൽ പോലും അവരും അന്ന് ആ ഒരു സൗകര്യം എനിക്ക് ഒരുക്കിയിരുന്നു. ഇപ്പം നിങ്ങളെല്ലാവരും മുതിർന്നവർ വായിച്ചിട്ടുണ്ടാവും, വെർജീനിയ വൂൾഫ് എന്ന് പറയുന്ന എഴുത്തുകാരി 1927 പറഞ്ഞു റൂംസ് ഓഫ് വൺ സോൺ വേണം ഒരു സ്ത്രീക്ക് അല്ലെങ്കിൽ എഴുത്തുകാരിക്ക് എന്ന്. പക്ഷെ കുട്ടിയായ ഞാൻ എഴുതുമ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു സ്റ്റോർ റൂം, അവിടെ ഒരു പത്തായം ഉണ്ടായിരുന്നു. ആ പത്തായത്തിന് പുറത്ത് മാറ്റിയിട്ടിട്ട് ഒരു ചെറിയ മേശയും ഒരു കസേരയും ഇട്ട് എൻ്റെ അമ്മയും എൻ്റെ അമ്മാവന്മാരും ചേർന്ന് ഒരു എഴുത്തുമുറി എനിക്കായിട്ട് ഒരുക്കി തന്നു. അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഞാൻ സ്കൂൾ കഴിഞ്ഞ് വന്ന് ആ മുറിയിലിരുന്നിട്ട് എൻ്റെ പുസ്തകം എഴുതാനുള്ള സാധനങ്ങളെല്ലാം വെച്ച് പുസ്തകം എഴുതുകയും രാത്രി 12-1 മണി വരെ പുസ്തകത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത്തരം ഒരു സപ്പോർട്ട് വീട്ടിൽ നിന്ന് കിട്ടിയതിൻ്റെ വലിയ ഒരു സന്തോഷം എനിക്കുന്നുണ്ട്. പക്ഷെ എനിക്കിന്നറിയാം, അന്ന് എന്നോട് നിൻ്റെ പാഠം മാത്രം പഠിച്ചാൽ മതി, നീ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണ്, നീ സ്കൂളിലെ പാഠങ്ങൾ മാത്രം പഠിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇന്ന് എഴുതുന്ന 40 പുസ്തകങ്ങൾ എനിക്ക് എഴുതാൻ പറ്റിയെന്ന് വരില്ല. എന്ന് വെച്ചാൽ ഞാൻ എവിടെയോ ചിലപ്പോൾ എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയിട്ട് അത് പോവാതെ ജേർണലിസം എടുത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഇഷ്ടത്തിന് പിറകെ, എൻ്റെ സ്വപ്നങ്ങൾക്ക് പിറകെ ഞാൻ പത്രപ്രവർത്തനം പഠിക്കാൻ പോകുന്ന കാലത്ത് സ്ത്രീകൾ വളരെ കുറച്ച് മാത്രമേ ഇവിടെ ഉള്ളൂ. വിരലിൽ എണ്ണാവുന്ന പത്രപ്രവർത്തകർ പോലും കേരളത്തിൽ സ്ത്രീകളില്ല. പക്ഷെ എന്നിട്ട് പോലും എൻ്റെ ഒരു ആഗ്രഹത്തിന് കൂടെ നിൽക്കുകയും എന്നെ മുന്നോട്ട് അതേ ഫീൽഡിൽ തന്നെ പോകാൻ എൻ്റെ വീട്ടുകാർ അനുവദിക്കുകയും ചെയ്തതുകൊണ്ടാണ് ഇന്ന് വളരെ തൃപ്തിയോടുകൂടി എനിക്ക് എൻ്റെ പ്രൊഫഷനെ നോക്കാൻ കഴിയുന്നത്. എനിക്ക് ഇപ്രാവശ്യം ഈ വർഷത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പത്രപ്രവർത്തക അവാർഡായ സ്റ്റേറ്റ്സ്മാൻ റൂറൽ റിപ്പോർട്ടിംഗ് അവാർഡ് കിട്ടി. അത് കിട്ടുമ്പോഴും ഞാൻ വിചാരിക്കുന്ന അതാണ്, ഒരു സ്ത്രീക്ക് അത് നേടാനുള്ള, കേരളത്തിലെ ഒരു മലയാളി സ്ത്രീക്ക് അത് നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൽ എന്നെ ഒരുപാട് പേര് അഭിനന്ദിക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് അതാണ്. എൻ്റെ സ്വപ്നങ്ങളുടെ പിറകെ പോവാനും അതിനൊപ്പം നിൽക്കാനും ഉള്ള കുറച്ച് എൻ്റെ വീട്ടുകാരുടെ ആ ഒരു ആർജവത്തിന് ഞാൻ അപ്പോൾ നന്ദി പറയണമെന്ന് വിചാരിച്ചു. ഒരുപാട് സമയമായോ? അതുപോലെ തന്നെ എൻ്റെ ഒരു സ്വഭാവത്തിൽ ഞാൻ പറയാൻ വന്ന മണിക്കൂറോളം പറഞ്ഞുകൊണ്ട് നിൽക്കും. നിങ്ങൾക്ക് ഒരുപാട് കലാപരിപാടികളും സമ്മാനങ്ങളും ഒക്കെ കൊടുക്കേണ്ടതാണ്. പിന്നെ കുഞ്ഞുങ്ങളോട് എനിക്കൊരു ചെറിയ കാര്യം കൂടി, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ 1-2 കാര്യം കൂടി പറയാം. ഞാൻ സൗഹൃദത്തെക്കുറിച്ചാണ് ഒരു കാര്യം, രണ്ട് കാര്യങ്ങൾ സൗഹൃദത്തെക്കുറിച്ച് തന്നെ പറയാം. ഞാൻ റഷ്യയിൽ പോയി, സോവിയറ്റ് യൂണിയനിൽ പോയി, ഞങ്ങളുടെ ക്യാമ്പ് അൽമാസ്നിയ എന്ന് പറയുന്ന ഒരു ക്യാമ്പ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അവിടെ ഞങ്ങൾ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളെ മിക്സ് ചെയ്താണ് താമസിപ്പിച്ചിരുന്നത്. അപ്പോൾ അവിടെ വെച്ച് എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായി. ആ കൂട്ടുകാരി താജിക്കിസ്ഥാൻ എന്ന് പറയുന്ന, അന്ന് റിപ്പബ്ലിക്കാണ്, ഇന്ന് രാജ്യമാണ്, ആ റിപ്പബ്ലിക്കിൽ നിന്ന് വന്ന കുട്ടിയാണ്. മെഹറിൻ എന്നായിരുന്നു അവളുടെ പേര്, മെഹറിനീസ എന്നാണ്. അപ്പോൾ ഇവൾക്ക് നിറയെ നീണ്ട തലമുടിയുണ്ട്, പിന്നെ ഡാൻസ് കളിക്കും, നന്നായി ഡാൻസ് കളിക്കും. അവൾ താജിക്കിസ്ഥാനി പാട്ട് പാടും, നല്ല കുസൃതിയാണ്. എൻ്റെ അതേ പ്രായമാണ്, 13 വയസ്സാണ്. അപ്പം ഞങ്ങൾ ഒരുമിച്ച് ഭയങ്കര കുസൃതിയെല്ലാം കാണിച്ച് കരിങ്കടലിൽ പോയി കുളിക്കുന്നു, ഡാൻസ് കളിക്കുന്നു, അങ്ങനെ കളിക്കുന്നു. അങ്ങനെ ഒരു മാസമൊക്കെ പോയി കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇവളെ മിസ് ചെയ്ത്, എനിക്ക് അമ്മയും അച്ഛനും കാണുന്നതിനെക്കാട്ടിയൊക്കെ ഇവളെ മിസ് ചെയ്യുന്നു എന്നുള്ളൊരു സങ്കടത്തോടു കൂടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ആകെ വഴി എന്ന് പറയുന്നത്, അവൾക്ക് റഷ്യൻ മാത്രമേ ഉള്ളൂ, ഇംഗ്ലീഷൊന്നും അറിയില്ല. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ഭാഗ്യത്തിന് റഷ്യൻ ക്ലാസ് തുടങ്ങി. അപ്പം ഞാൻ പോയി റഷ്യൻ പഠിക്കുകയും എൻ്റെ റഷ്യൻ ടീച്ചറിൻ്റെ സഹായത്തോടെ അവൾക്ക് കത്തെഴുതുകയും ചെയ്യും. അപ്പോൾ അവൾ തിരിച്ച് റഷ്യനിൽ കത്തെഴുതും, എൻ്റെ ടീച്ചർ വായിച്ചു തരും. അങ്ങനെ ഞങ്ങൾ കുറേ നാൾ കത്തിലൂടെ ആ സൗഹൃദം നീണ്ടു നിന്നു. നമുക്കെല്ലാവർക്കും അറിയാം, സോവിയറ്റ് യൂണിയൻ തകർന്നു, ഗ്ലാസ്നെസ്റ്റ്, പിരിസ്ട്രോയിക്ക എന്ന് പറയുന്ന ഇതെല്ലാം വന്നു. ഗോർബച്ചേവിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ വന്നു. റഷ്യ പല രാജ്യങ്ങളായി തകർന്നു. അത് കഴിഞ്ഞ് അവളെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നു.
അവളെ എത്രയോ വർഷങ്ങൾ നീണ്ട ഒരു തപസ് പോലെ ഇവൾക്ക് അയക്കുന്ന കത്തുകൾക്ക് അഡ്രസ്സ് വരുന്നില്ല. പിന്നീട് ആ അഡ്രസ്സ് എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കെ 2010 പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു മാസത്തെ ഒരു ഫിലിം അപ്രീസിയേഷൻ കോഴ്സിന് ഞാൻ പോയി. അപ്പോൾ അത് ഇതുപോലെ ഒരു നീണ്ട ഒരു കോറിഡോറാണ്. ഒരു ദിവസം ഉച്ചയ്ക്ക് ഞാനിങ്ങനെ നടന്നു പോകുമ്പം ഒരു പെൺകുട്ടി എനിക്കെതിരെ വരുന്നു. അപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ ഈ മിഹിറിനെ ഓർമ്മ വന്നു, എൻ്റെ കൂട്ടുകാരി. അപ്പം ഞാൻ ആ പെൺകുട്ടി എന്നെ കടന്നു പോകുമ്പോൾ ഞാൻ ഓടിച്ചെന്ന് ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഒരു തോന്നൽ ഈ കുട്ടി ആസാം ആ ഭാഗത്ത്, ഞാൻ 2 വർഷം ആസാമിൽ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പം ആസാമീസ് മുഖമുള്ള ഒരു കുട്ടിയാണ്, ഒരു മംഗോളിയൻ മുഖമുള്ള. ഞാൻ ചോദിച്ചു, നിങ്ങൾ ആസാമിൽ നിന്നാണോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അല്ല, ഞാൻ താജിക്കിസ്ഥാൻ റിപ്പബ്ലിക്കിൽ നിന്നാണ്. അപ്പം ഞാൻ പറഞ്ഞു, താജിക്കിസ്ഥാൻ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണല്ലോ എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ കുട്ടിയോട് സംസാരിച്ചു. അപ്പോൾ ആ കുട്ടി ചോദിച്ചു, എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഏറ്റവും അടുത്ത ഫ്രണ്ട് താജിക്കിസ്ഥാനിലാണ്. എന്നിട്ട് ഞാൻ എന്നെ പഠിപ്പിച്ച, അന്ന് അവൾ എന്നെ പഠിപ്പിച്ച പാട്ടും ഡാൻസിൻ്റെ സ്റ്റെപ്പുകളൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവൾക്ക് ആകെ അത്ഭുതമായി. അപ്പോൾ അവൾ പറഞ്ഞു, പക്ഷേ മിഹിറിൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പേരുള്ള ഒരാൾ ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് കാണും. കാര്യം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിലെ ഈ ഗീത എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു സാധാരണ പേരാണ്, അങ്ങനെ ഒരാളെ അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൾക്ക് വലിയ സങ്കടമായി. ഞങ്ങൾ പിരിഞ്ഞുപോയി. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് രാത്രി 12 മണി വരെ അവിടെ ക്ലാസ് ഉണ്ട്. 12 മണിക്ക് ക്ലാസ് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹോസ്റ്റൽ മുറിയിൽ വരുമ്പം ഈ പെൺകുട്ടി അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അവളുടെ പേര് ഷറാഫത്ത് അർബോവ എന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, അല്ല, എനിക്കത് നിങ്ങളങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. നമുക്ക് എങ്ങനെയെങ്കിലും ഈ മിഹിറിനെ ഒന്ന് കണ്ടുപിടിച്ച് നിങ്ങളൊന്ന് തമ്മിൽ കാണാൻ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരണം തോന്നി. അപ്പോൾ അതുകൊണ്ട് പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇപ്രാവശ്യത്തെ ഡിപ്ലോമ ഫിലിം ഞാൻ നിങ്ങളെക്കുറിച്ച് എടുക്കാൻ തീരുമാനിച്ചു. ഇത് ഞാൻ എന്നിട്ട് എൻ്റെ നാട്ടിൽ കൊണ്ടുപോയി കാണിക്കാം. അപ്പോൾ ആരെങ്കിലും മിഹിറിന് എവിടെന്നെങ്കിലും വന്നാലോ എന്ന്. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഓറിയൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൂനെയിൽ പോയി എന്നെ ഷൂട്ട് ചെയ്തു. ആ ഡോക്യുമെൻ്ററി നെവർലാൻഡ് എന്ന് ഞങ്ങളൊരു ഡോക്യുമെൻ്ററി ചെയ്തു. അവൾ താജിക്കിസ്ഥാനിലെ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോയി കാണിച്ചു. അവൾക്ക് കുറേ അവാർഡ്, ഇൻ്റർനാഷണൽ അവാർഡുകളൊക്കെ കിട്ടി. പക്ഷേ കുറേ വർഷങ്ങൾ, 2-3 വർഷം കടന്നു പോയിട്ടും ഒരു വിവരവും ഇല്ല. പെട്ടെന്ന് ഒരു ദിവസം ഫേസ്ബുക്കിൻ്റെ മെസ്സഞ്ചറിൽ അവളുടെ ഒരു മെസ്സേജ്, വലിയൊരു അത്ഭുതമാണ്, ഞാൻ മിഹിറിനെ കണ്ടെത്തി. അത് വളരെ ഡോക്യുമെൻ്ററി കണ്ടിട്ടല്ല, ഞാൻ ഇന്ന് എൻ്റെ അമ്മയുടെ ഒരു ഫ്രണ്ട് മരിച്ചിട്ട് അതിൻ്റെ ഒരു ചടങ്ങിന് പോയിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ മരിച്ചാൽ 14ഓ 15ഓമത്തെ ദിവസം എല്ലാവരും കൂടെ കൂടിയിരുന്ന് അയാളെക്കുറിച്ച് സംസാരിക്കും. അങ്ങനെ ഞാൻ പോകുമ്പോൾ എൻ്റെ അമ്മയുടെ ഫ്രണ്ട് മരിച്ചെടുത്ത് പോകുമ്പം ഒരു സ്ത്രീ വന്നിട്ട് അവരുടെ വല്യമ്മയാണ് ഈ മരിച്ചത്. അപ്പോൾ അവരെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ 1977 എന്നെ സോവിയറ്റ് യൂണിയനിൽ നടന്ന ക്യാമ്പിലേക്ക് എന്നെ വിട്ടത് എൻ്റെ ഈ മരിച്ചുപോയ വല്യമ്മയാണ്. എൻ്റെ ലൈഫിൽ ഏറ്റവും സ്വാധീനം ചെലുത്തിയവരാണെന്ന് ചോദിച്ചപ്പം അത് കഴിഞ്ഞ് അവരിറങ്ങി വരുമ്പോഴേക്കും ഇവൾ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങളുടെ പേര് മിഹിറിനാണോ എന്ന്. അപ്പോൾ ചോദിച്ചു, അതെങ്ങനെ അറിയാം? അത് എന്നോട് ഇന്ത്യയിലെ ബീന പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവർ പറഞ്ഞു, അയ്യോ അപ്പോൾ അവരാകെ ഷോക്ക്ഡായി. പറഞ്ഞു, പിറ്റേന്ന് എൻ്റെ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിറ്റേന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വലിയ പെട്ടിയിൽ ഞാൻ അവൾക്ക് റഷ്യയിൽ നിന്ന് കൊടുത്ത സാധനങ്ങൾ, ഗിഫ്റ്റുകൾ, അതിൽ നമ്മുടെ ഈ വൈക്കോലൊക്കെ ഉണ്ടാക്കുന്ന ഈ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ കഥകളിയുടെ മുഖമൊക്കെ ഉള്ളത്, പിന്നെ അവൾക്ക് അയച്ച കത്തുകൾ, അവൾക്ക് അയച്ച ഗിഫ്റ്റ് എല്ലാം ഒരു പെട്ടിയിലിട്ട് സൂക്ഷിച്ചിട്ട് അവൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇവൾ ആ പെട്ടിയും ഇവളെയും എല്ലാം കൂടെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ശരിക്കും പിന്നെ അപ്പോഴും ഇവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല, കമ്പ്യൂട്ടർ അറിയില്ല. അപ്പോൾ ഈ ഷറാഫത്തിൻ്റെ സഹായത്തോടു കൂടി ഞാൻ അവളോട് ഒരുപാട് സംസാരിച്ചിട്ട് അതെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഷറാഫത്ത് പറഞ്ഞു, എന്നാൽ നിങ്ങൾ ഇങ്ങോട്ട് നിങ്ങൾ ഇത്രയും ഒരു കാണാൻ കഴിഞ്ഞല്ലോ, വേറൊരു രാജ്യത്തുള്ള ഒരാളെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലോ, അപ്പം നമ്മുടെ ഡോക്യുമെൻ്ററിയുടെ 2ാമത്തെ ഭാഗം എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ദുഷാൻബേ എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര്, ഇവർ താമസിക്കുന്നത്. അപ്പം ഞാൻ ഈ ദുഷാൻബേയിലേക്ക് ടിക്കറ്റ് എടുത്ത് പോവാമെന്ന് വെച്ചിരിക്കുമ്പോഴാണ് ഒരു 2-3 വർഷം മുമ്പ് ഷറാഫത്തിൻ്റെ ഒരു ഇത് വരുന്നത്. ഈ രാജ്യത്ത്, അവരുടെ രാജ്യത്ത് ഭയങ്കരമായ ആഭ്യന്തര കലാപവും സമാനമായ സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടായി. ഞങ്ങൾക്കൊന്നും പുറത്തു പോകാൻ പറ്റിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പോയി അന്വേഷിക്കുമ്പോഴാണ് ഈ മെഹറിനും മെഹറിൻ്റെ 2 മക്കളും ആ രാജ്യത്ത് ഇല്ലാതായി. അവരെവിടേക്കോ ഒളിച്ചോടിയിരിക്കുകയാണ്, അവരെവിടെയാണെന്ന് അറിഞ്ഞുകൂടാന്ന്. ഇപ്പോഴത്തെയും സാഹചര്യത്തിൽ ഇതുവരെ അവർ തിരിച്ചു വന്നിട്ടില്ല. പക്ഷേ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞിട്ട് പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സുഹൃത്ത് എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് എൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന സാന്നിധ്യമായിട്ട് മെഹറിൻ നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടിക്കും അതുപോലെ നാളെ കണ്ടെത്താൻ കഴിയുന്ന, അല്ലെങ്കിൽ അവളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സുഹൃത്തെങ്കിലും ഉണ്ടെങ്കിൽ ജീവിതം എത്ര മനോഹരമാവും എന്നുള്ള ഒരു തോന്നലാണ്
എനിക്ക് പങ്കുവയ്ക്കാനുള്ളത്. നമുക്ക് ശരിക്കും ജീവിതത്തിൽ എത്രയേറെ വലിയ വലിയ സ്ഥാനങ്ങളിൽ ചെല്ലുമ്പോഴും ഇപ്പം ഞാൻ ഒരുപാട് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ജോലി ചെയ്തിട്ട് ഞാൻ ദൂരദർശനിലും ആകാശവാണിയിലും വർക്ക് ചെയ്തിട്ടുണ്ട്, ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പല സീനിയർ പോസ്റ്റുകളിലുമൊക്കെ. പക്ഷെ അതൊന്നും എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ തോന്നില്ല. നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നത് എപ്പോഴും സ്നേഹവും കരുതലും കരുണയും കനിവുമൊക്കെ നിറയുന്ന നമ്മുടെ അനുഭവങ്ങളെയാണ്. ആ അനുഭവങ്ങളാണ് നമ്മളെ മനുഷ്യരാക്കുന്നത്. അപ്പം സ്കൂളുകളിൽ നിന്ന് നമ്മൾ നേടേണ്ടതും നേടിയെടുക്കേണ്ടതും എത്രമാത്രം നമ്മൾ ഇരുണ്ട കാലമൊക്കെയാണ് നമുക്ക് ചുറ്റുമെന്ന് പറയുമ്പോഴും എൻ്റെ പ്രതീക്ഷ ഇത്തരം നന്മയിലൂടെ ഇത്തരം നല്ല അനുഭവങ്ങളിലൂടെ വളരുന്ന കുറേ കുട്ടികൾ നമ്മുടെ ചുറ്റുമുണ്ടെങ്കിൽ അവർ നമ്മുടെ സമൂഹത്തെ കുറേ കൂടി പ്രകാശമാനമാക്കുമെന്ന് ഞാൻ കരുതുന്നു. മറ്റൊരു അനുഭവം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വിശിഷ്ടമായ ഒരു അനുഭവവും ഒരു സ്നേഹത്തിൻ്റെ കഥയാണ്. അത് വൈക്കം മുഹമ്മദ് ബഷീറിനെ അല്ലെങ്കിൽ വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെടുന്ന ഒരു അനുഭവമാണ്. ഞാൻ എൻ്റെ കോളേജ് കാലത്ത് ഒരു ഡെസർട്ടേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ തീസീസുമായി ബന്ധപ്പെട്ട് ഒരു 5 വരിയുള്ള ഒരു കത്ത് അയക്കുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീർ എന്നുള്ള എഴുത്തുകാരൻ എനിക്ക് മറുപടിയായി വലിയ ഫുൾ സ്കാപ്പ് പേപ്പറിൽ 18 പേജുള്ള ഒരു മറുപടിയാണ് എനിക്ക് തിരിച്ചയച്ചത്. ആ മറുപടിയാണ് എന്നെ ആർത്തേക്കിൽ നിന്ന് കിട്ടിയ മൂല്യങ്ങൾ മനുഷ്യൻ്റെ ജീവിതത്തിൽ ബാക്കി നിർത്താമെന്ന് ഉറപ്പിച്ചു തന്നത്. ആ 18 വയസ്സ്, എനിക്ക് 20 വയസ്സും ബഷീറിന് 75 വയസ്സുള്ളപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെടുന്നത്. പക്ഷേ അദ്ദേഹം മരിക്കുവോളം സ്ഥിരമായി എനിക്ക് കത്തെഴുതുമായിരുന്നു. എനിക്ക് അവിടെ ചെല്ലാനും താമസിക്കാനും ഒക്കെയുള്ള ഒരു അവസരമുണ്ടായിരുന്നു. പക്ഷേ വലിയ ഒരു സ്നേഹത്തിൻ്റെ പ്രവാഹത്തിൽ ഞാൻ പെട്ട ഒരു അനുഭവമാണ്. അത് എത്ര ഒരു മുതിർന്ന എഴുത്തുകാരൻ ഒരു കൊച്ചു കുട്ടിയോട് കാണിക്കുന്ന ഒരു കാരുണ്യവും വാത്സല്യത്തിനും അപ്പുറത്ത് രണ്ട് വ്യക്തിത്വങ്ങൾ തമ്മിൽ എത്ര റെസ്പെക്റ്റോടു കൂടിയാണ് പെരുമാറേണ്ടത് എന്നെന്നെ പഠിപ്പിച്ച ഒരനുഭവമാണ്. ആ അനുഭവം ഞാൻ ബഷീർ എന്ന അനുഗ്രഹം എന്നുള്ള പേരിൽ പുസ്തകമാക്കി എഴുതിയിട്ടുണ്ട്. വളരെ അപൂർവമായ അനുഭവം. അങ്ങനെ ഒരുപാട് ഇപ്പോൾ എഴുത്തിൻ്റെതാണേലും പത്രപ്രവർത്തനത്തിൻ്റെതാണേലും ഏറ്റവും അവസാനം എൻ്റെ പുസ്തകമായി വന്ന ആ കസേര ആരുടേതാണേലും ഞാൻ ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് സാധാരണ മനുഷ്യർ ജീവിക്കുന്നത് എന്നറിയാനുള്ളൊരു യാത്ര നടത്തിയിട്ട് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളിലെ ഗ്രാമപഞ്ചായത്തുകളിലെ സ്ത്രീകളെയും ദളിതരെയും കാണുകയും അവരുടെ ജീവിതം എഴുതാനാണ് ശ്രമിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേരളത്തിൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്ന ഒരു പുസ്തകം കേരളത്തിൻ്റെ 60 വർഷം, നമുക്ക് 60 വർഷം തികഞ്ഞപ്പോൾ 60 വർഷത്തിൽ എങ്ങനെയാണ് ആ 60 വർഷത്തെ കുട്ടിക്കാലം എന്തായിരുന്നു എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം കുട്ടികൾക്ക് വേണ്ടി എഴുതാനാണ്. എൻ്റെ അമ്മക്കുട്ടിയുടെ ലോകം, അമ്മക്കുട്ടിയുടെ സ്കൂളിൽ, അതുപോലെ മിലിയുടെ ആകാശം, റോസും കൂട്ടുകാരും എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, പുതിയ കാലത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് പുതിയ ചിന്തകൾ പങ്കുവയ്ക്കേണ്ടത് എന്നുള്ളത് വെച്ചാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ എൻ്റെ എഴുത്ത് ജീവിതത്തെ എപ്പോഴും സമ്പന്നമാക്കുന്ന അല്ലെങ്കിൽ എനിക്ക് ജീവിതത്തെ അർത്ഥവത്താക്കുന്ന മൂല്യങ്ങളുടെ ഒരു മൂല്യങ്ങളുടേതായ ഒരുപാട് ജീവിത അനുഭവങ്ങളാണ് എന്നെ ഞാനാക്കിയത്. ആ ധൈര്യത്തിലാണ് എനിക്കിന്ന് ഇവിടെ വരാൻ കഴിഞ്ഞതും നിങ്ങളെ അടുക്ക സംസാരിക്കാൻ കഴിയുന്നതും. ഇപ്പോൾ ഇവിടെ ഇന്ന് സമ്മാനം കിട്ടിയ കുട്ടികളാണെങ്കിലും സമ്മാനം കിട്ടാത്ത കുട്ടികളാണെങ്കിലും ഓരോ കുട്ടിയും അമൂല്യമായ ഒരു സമ്പത്താണ്. അത് വീട്ടുകാർക്ക് മാത്രമല്ല നാട്ടുകാർക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾക്ക് അവരോട് സംസാരിക്കാൻ, പുതിയ ജനറേഷനോട് സംസാരിക്കാനുള്ള ഭാഷ അറിയില്ല, അല്ലെങ്കിൽ അവരോട് സംസാരിക്കാനും അവരുടെ ചിന്തകളൊക്കെ ഭയങ്കര വ്യത്യാസമാണെന്നൊക്കെ പറയുമ്പോഴും ഞാൻ എപ്പോഴും എല്ലാവരോടും പറയാനുള്ളതാണ്, എല്ലാ ദിവസവും കുറച്ചു നേരം അവരെന്താണ് എന്ന് നമ്മളോട് തുറന്ന് പറയാൻ, അവർ കടന്നു പോകുന്ന സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനുള്ള ഒരാൾ അവരുടെ വീട്ടിൽ തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള ഇന്നത്തെ ആകുലതകൾക്ക് കാര്യമില്ല. നമ്മൾ തന്നെ പലപ്പോഴും പാരൻറ്റിങ്ങിൻ്റെയോ അല്ലെങ്കിൽ സൊസൈറ്റിയിലെ മനുഷ്യരുടെയോ ഒക്കെ റോളുകളിൽ നിന്ന് നമ്മൾ അകന്നു പോകുന്നു എന്നുള്ളതും, നമ്മൾ കുട്ടികളെ മൊബൈലിൻ്റെ പറയുമ്പോൾ നമ്മൾ എത്രമാത്രം മൊബൈൽ അല്ലെങ്കിൽ സ്ക്രീൻ ടൈമിൽ അഡിക്റ്റഡ് ആവുന്നു എന്നുള്ളതൊക്കെ നോക്കണമെന്ന് ഞാൻ പലപ്പോഴും പ്രസംഗിക്കുമ്പോഴും അല്ലാതെയും പറയാറുണ്ട്. നമുക്ക് ഏറ്റവും ഒരു ശത്രുക്കളായി കാണുന്ന, പുതിയ തലമുറയെ ശത്രുക്കളായി കാണുന്ന മനോഭാവം പോലും നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നത് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അപ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കുട്ടികളാണ്, പറയുമല്ലോ കുട്ടികളാണ് നാടിൻ്റെ സമ്പത്ത് എന്നുള്ളത്.
കുട്ടികൾക്ക് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് കൊടുക്കണം എന്ന് പറയുന്ന ഒരു വ്യവസ്ഥിതിയിൽ കീഴിലാണ് ഞാൻ ആർത്തേക്ക് എന്നുള്ള ആ ക്യാമ്പിൽ പോകുന്നത്. അപ്പോൾ ഏറ്റവും നല്ലത് കുട്ടികൾക്ക് കൊടുക്കുമ്പം ഏറ്റവും നല്ല സമയം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ഒരുപാട് വലിയ സമയം, ഒരു ദിവസം മുഴുവനൊന്നും ആകില്ല, പക്ഷെ നിങ്ങൾ കൊടുക്കുന്ന സമയം ഏറ്റവും നല്ല സമയമായിരിക്കണം. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മളെല്ലാ മെറ്റീരിയലായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിനൊപ്പം അവർക്ക് കൊടുക്കുന്ന സമയവും അവരോട് സംസാരിക്കുന്നതും അവർക്ക് കൊടുക്കുന്ന വാക്കുകളും, നല്ല സമയവും നല്ല വാക്കുകളും നല്ല ചിന്തയും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ വളരെ അത്ഭുതകരമായ രീതിയിൽ ഈ ഓരോ കുട്ടിയെയും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം അത് അങ്ങനെ ഒരു അവസരത്തിൽ ഒരുപാട് മിടുക്കരായ കുട്ടികളുടെ ഒരു പെർഫോമൻസ്, ഒരു റിപ്പോർട്ട് കേട്ടതിൻ്റെ ഇതിലാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും ആശംസകൾ നേരുന്നു. പിന്നെ പരാജയവും ജയവും എന്നൊന്നും ഇല്ല ജീവിതത്തിൽ ഏറ്റവും പ്രധാനം, ഇതിൽ ജയിച്ചവരുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്. ഇതെല്ലാം ഓർമ്മയുണ്ട്. ഈ തൃശ്ശൂർ തന്നെ വന്ന് കൊടുങ്ങല്ലൂർ നടന്നൊരു സമ്മേളനത്തിൽ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എനിക്ക് പ്രസംഗ മത്സരത്തിൽ 3rd പ്രൈസേ കിട്ടിയുള്ളൂ. ഞാൻ കരഞ്ഞ് അവിടെ ഇനി ഉണ്ടാക്കാൻ ബഹളമില്ല. അപ്പോൾ അവിടുത്തെ ഒരു മുതിർന്ന സാർ എന്നോട് വന്ന് പറഞ്ഞു, പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന്. എനിക്കൊന്നും മനസ്സിലായില്ല, ഇയാൾ എന്തിനാണ് എന്നോട് ഈ പരാജയം വിജയത്തിൻ്റെ ചവിട്ടുപടിയാണെന്ന് പറയുന്നതെന്ന്. പക്ഷെ പിന്നീട് ജീവിതത്തിൽ പലപ്പോഴും പരാജയം നേരിടുമ്പോഴാണ് അത് ഓരോ പാഠമായി വരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ ജീവിതത്തിൽ പരാജയവും വിജയവും ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ഉള്ളിൽ സ്വസ്ഥരായിരിക്കാനും സന്തോഷമായിരിക്കാനും തൃപ്തരായിരിക്കാനുമുള്ള ഒരു മാനസിക നില കൈവരിക്കുകയാണ്. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. എന്ത് നേടിയാലും അതൊന്നോ ആ ദിവസത്തെയോ പിറ്റേ ദിവസത്തെയോ ഒരു ചിന്ത മാത്രമാണ്. അതിനപ്പുറം എപ്പോഴും നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും കനിവിൻ്റെയും ഒക്കെ വലിയ വലിയ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അതിൻ്റേതായ സ്പന്ദനങ്ങൾ, അതാണ് നമ്മൾ ഓരോരുത്തരും ചുറ്റുപാടുകളിലേക്കും പ്രസരിപ്പിക്കേണ്ടത്. ഏതായാലും ഇങ്ങനെയൊരു സാധാരണ സ്കൂൾ ഡേ ഒക്കെ വൈകുന്നേരമാണ്, ഇങ്ങനെയൊരു പ്രഭാതം എന്ന് തന്നെ പറയാവുന്ന ഒരു വേളയിൽ നിങ്ങളെയൊക്കെ കാണാനും കുറച്ച് എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും സാധിച്ചതിൽ സന്തോഷിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഒരു മുഖ്യ അതിഥിയായി പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൽ അഭിമാനമുണ്ട്. എല്ലാവർക്കും സ്നേഹവും സ്കൂളിന് നന്ദിയും, ബിന്ദുവിന് പ്രത്യേകിച്ച് നന്ദി. നമസ്കാരം. Thank you, Veena ma'am, for sharing those life experiences.